ഹായ് ഗൈസ്. അപ്പോൾ ഇത് ഫാമിലി വ്ളോഗാണ്. ഭയങ്കര സ്പെഷ്യലാണ്. ഭയങ്കര കുറേ കാരണങ്ങൾ കൊണ്ട് സ്പെഷ്യലാണ്. ഓക്കെ, എന്നാൽ ഞാൻ കുറേ നാൾ ശേഷമുള്ള ഒരു വ്ളോഗ് ചെയ്യുന്നത് അതുകൊണ്ട്. പിന്നെ ഇതിന് മുന്നേ ഫാമിലിയായിട്ട് പോയിട്ടുണ്ടെങ്കിൽ അത് വ്ളോഗൊന്നും ചെയ്തിട്ടില്ല. ഇത് വ്ളോഗ് ചെയ്യുന്നു, അതൊരു വേറെ സ്പെഷ്യാലിറ്റി. പിന്നെ കുറേ നാളിന് ശേഷം ഞാൻ ഇത്ര വലിയ ട്രിപ്പ് ഫാമിലി ട്രിപ്പ് പോകുന്നത്, അതൊക്കെ കൊണ്ട് ഭയങ്കര സ്പെഷ്യലാണ്. ഇനി അടുത്ത കൊല്ലം ലൈക്ക് ഞാൻ നാട്ടിലുണ്ടാവുമോ അങ്ങനെ അറിയില്ല. അപ്പോൾ അതും അത് തന്നെ ഇങ്ങനെ രീതിയിലും ഇത് ഭയങ്കര സ്പെഷ്യലാണ്. ഇന്ന് 17, ഇപ്പോൾ സമയം 12 മണിയായെന്ന് തോന്നുന്നു. 12 മണി ആവാറായി. നാളെ രാവിലെയാണ്. നമുക്ക് പാക്ക് ചെയ്യാം. ഷർട്ട് ഓക്കെ. അണ്ണാ വല്ലം പറ. എന്താടാ സിനിമ വെച്ചാൽ പോലെ അതപ്പോൾ അവിടുത്തെ ലോക്ക്. ഓക്കെ, അതെന്തിനാ എന്നുവെച്ചാൽ ഫോൺ വയ്ക്കാനാണ്. സാധനം വെച്ച് കൂടെ നടന്നോണോ വെച്ച് തരാനാ? ഓഫ്, എസ്തെറ്റിംഗ് ആണോ വേണ്ട? ഉണ്ടിയല്ല എന്നാ. ഓ സീൻ. സിംഗപ്പൂരാ? ശരിയാ, സിംഗപ്പൂരാണ്. പക്ഷെ എന്നാലും ബാംഗ്ലൂർ എയർപോർട്ട് കൊള്ളാം. അതിൻ്റെ അകത്ത് എന്താ കൊള്ളാം, കുളമൊക്കെ ഉണ്ട്. കണ്ണാ കുളമൊക്കെ ഉണ്ട്. എടാ ഇത് വലിയ സാധനമാണ്. ഇതിൽ പോവാ. ഫോട്ടോ ഓക്കെ. എടാ എന്താണെന്ന് മൊത്തം ഒരു കാർഡ് തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ. അല്ല അണ്ണാ, അല്ല ഒരു കാർഡ് ഫുള്ള്. അവിടെ നോക്കിയേ, അവിടെ അടുത്ത ട്രിപ്പ് മെറ്റാവേഴ്സ്. ഇവിടെ കാർഡ്. ബാംഗ്ലൂരുള്ളത്. ഇവിടെ ലേ ഓവർ ഉണ്ടായി. ഇനി ഇവിടെ നിന്ന് അടുത്ത ഫ്ലൈറ്റ്. ഇവമ്മേ, ഞാൻ വിചാരിച്ച ഫ്ലൈറ്റിൽ കയറി പോകുന്ന എളുപ്പപ്പടി കേട്ടാ. പക്ഷെ കേടാണ് ഇറങ്ങി കയറുന്നൊക്കെ. 5:45 അടുത്ത ഫ്ലൈറ്റ്. അടുത്ത കയറട്ടെ. ഓക്കെ ബൈ. എന്നാ നമ്മളെവിടെ എത്തി? അയ്യേ, ഡൽഹി എത്തി നമ്മൾ. ഡൽഹി എപ്പോഴാ അടുത്തത് ടൈം? നാളെയോ? നാളെ ഉച്ചയ്ക്കാ? സോ ഹായ് ഗൈസ്, ഗുഡ് മോർണിംഗ്. സോ ഇന്ന് 19. സോ ഇപ്പോൾ ഞങ്ങളുള്ളത് ഡൽഹി എയർപോർട്ടാണ്. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്കാണ് ഫ്ലൈറ്റ്. എങ്ങനെ ഉണ്ടായി 1 ഡേ അറ്റ് എയർപോർട്ട്? പിന്നെ ഉച്ചയ്ക്കാണ് അല്ല ഫ്ലൈറ്റ്? അപ്പോൾ അല്ല, സാധാരണ നേരെ ആയിരുന്നു, പക്ഷെ ഫ്ലൈറ്റ് ഡിലേ അല്ലേ. പുറത്ത് ചൂട്. യെസ്, എൻ്റെ പൊന്നോ, അകത്ത് എന്ത് തണുപ്പാന്നറിയോ? അല്ല അകത്തെന്ത് തണുപ്പായിരുന്നു. അകത്ത് കൊടുക്കുന്ന തണുപ്പായിരുന്നു. കിടക്കാൻ പറ്റുന്നുണ്ടായില്ല. പുറത്തെത്തിയപ്പോൾ ഒരു ആശ്വാസം. ഞങ്ങൾക്ക് ഷിഫ്റ്റ് ഫ്ലൈറ്റ് കിട്ടിയെന്ന് വെച്ചാൽ ആദ്യം
കൊച്ചി ടു ബാംഗ്ലൂർ, ബാംഗ്ലൂർ ടു ഹൈദരാബാദ്. ഹൈദരാബാദ് ഇറങ്ങിയില്ല, പിന്നെ നേരെ ഡൽഹി. ആ ഇത് ഡൽഹി അല്ലേ? ആ ഡൽഹി. ഇനി ഇവിടെ നിന്ന് ഉച്ചക്ക് ഡൽഹി ടു ശ്രീനഗർ. ഓ കണ്ണന് ചൂട് കിട്ടിയപ്പോ കണ്ണനാക്റ്റീവ് നോക്കിയാ വെറുതെ ചത്ത പോലെ എന്താ. ഇങ്ങനെ ഡൽഹി സിറ്റി ഞാൻ പകൽ വെളിച്ചത്ത് ആദ്യമായിട്ട് കാണുന്നു ഗൈസ്. നിങ്ങളെയും കാണിച്ചു തരാം, നിന്നെയും കാണിച്ചു തരാം. അത് കാണാൻ സുന്ദരനായി മുടിയൊക്കെ കെട്ടി. ഓ സോ ഗൈസ്, അപ്പോൾ നമുക്ക് ഡൽഹിയിൽ ഇറങ്ങി എന്തെങ്കിലും കഴിക്കാൻ പറ്റുന്ന സ്ഥലം ഉണ്ടോയെന്ന് നോക്കാം. ഓക്കെ സുഹൃത്തുക്കളെ, ഞങ്ങളെങ്ങനെ ഡൽഹി മെട്രോയിലേക്ക് പോവുകയാണ്. ഇത് അണ്ടർഗ്രൗണ്ട് മെട്രോ ആണ്. ഇതെല്ലാവരും റേഞ്ച് മോഡാണല്ലേ. ഇതിലൊച്ച വെച്ചാലോ? സാധനം കയ്യിലുണ്ടോ? ആരെങ്കിലും മലയാളികളുണ്ടെങ്കിൽ റിപ്ലൈ അല്ലേ. ഹൗസ് മൈ ഐഡിയ. ഫുള്ള് ക്ലീൻ അല്ലേ അണ്ണ? നീ സ്വപ്നങ്ങളിൽ കണ്ട ഡൽഹി ഇതാണോ? അല്ല, ഓ കണ്ണൻ്റെ ഒച്ച. ഞാൻ കണ്ട ഡൽഹിയിൽ ഡു നോട്ട് സ്പിറ്റ് എന്ന് പറഞ്ഞാൽ അവൻ്റെ താഴെ തന്നെ 3-4 പേര് കൊണ്ട് തുപ്പിയിട്ടിട്ടുണ്ട് നമ്മൾ അല്ലേ. ദാറ്റ് വാസ് മൈ ഡൽഹി. സൺ സൺ സൺ. ഓ ഗൈസ്, ഡൽഹിയുടെ ഏതോ വിധുവിന് എന്താണ് എന്തോ ഒരു തെരുവുകളിൽ കൂടെ ഞങ്ങൾ നടക്കുന്നു. ഞങ്ങളിങ്ങനെ കുറച്ച് മോർണിംഗ് വാക്ക് ചെയ്തിട്ട് വരാമല്ലേ അണ്ണ, അല്ലാണ്ട് വഴി തെറ്റിയതാന്ന് പറയരുത്. അവിടെ എല്ലാവർക്കും അവരവരുടെ ആറ്റിറ്റ്യൂഡാട്ടാ. സീനാണ് ഡൽഹി. കണ്ണ ഇത് KVന്ന് പഠിച്ചിറങ്ങിയ ആരോ ഈ ഹോട്ടലിൽ അടുത്തടേ. KVയിലെ പ്രയർ ആസ് എ KV സ്റ്റുഡന്റ് എന്ത് തോന്നുന്നു? അതൊട്ട് സാധനം അതോടെ കറക്റ്റ് ലിപ്സ് കേൾക്കുന്നത്. പണ്ടൊക്കെ വെറുതെ പിള്ളേർ പറയുമ്പോൾ അതിൻ്റെ ഒപ്പം ഇങ്ങനെ വെറുതെ ഇങ്ങനെ താളിപ്പോവാണ്ടല്ലാണ്ട് ഫുള്ള് ലിറിക്സ് ആദ്യമായിട്ട് കേൾക്കണേ. റോങ് സൈഡ് കയറിപ്പോ അതന്നെ തെറിവറ റീജാവ് കണ്ണ കണ്ണന് അല്ല പക്ക ഡൽഹി. ഡൽഹി ആയി വാണ്ടത്. ഇവിടെന്ന് ഇവിടെ പറഞ്ഞതിന് 100 രൂപ 1 കിലോമീറ്റർ ഇല്ല. അയ്യോ റോങ് സൈഡൊക്കെ കയറിപ്പോയി. ഇവിടെ നിന്ന് ഇവരെന്ത് പറഞ്ഞാലും അവസാനം പറയും എങ്ങനെയാണ്? നമസ്കാരം. ആ ഇത് സൂര്യ നമസ്കാരങ്ങളാണല്ലോ. നീ ചെയ്യുന്ന ടൈം 10:46. ആ 0 ഷുഗർ എന്ന് വെച്ചാൽ അത് കുടിക്കാൻ നിൽക്കണ്ട. ഇനി ഫുൾ കോക്കോള ആയിരിക്കും, ഷുഗർ ഇല്ലാന്നും പറഞ്ഞിട്ട്. സോ ഗൈസ്, നിങ്ങൾ എയർപോർട്ടിൽ വരികയാണെങ്കിൽ ഒരു പ്രോ ടിപ്പ് പറഞ്ഞുതരാം. എയർപോർട്ടിൽ കാശ് കൂടുതലാണെന്ന് വിചാരിച്ച് പുറത്ത് പോയി ഫുഡ് കഴിക്കരുത്. കാരണം ഈ എയർപോർട്ടിൽ നമ്മളെ പുറത്താക്കണമെങ്കിൽ തന്നെ അവർ ടാക്സിക്ക് നല്ല കാശ് വേണം. പിന്നെ അവിടെ പോയി ഫുഡ് കഴിച്ച് വരുമ്പോൾ എയർപോർട്ടിൻ്റെ അകത്ത് കഴിക്കണ ആ സെയിം റേറ്റ് തന്നെ ആയിരിക്കും. ഞങ്ങൾക്ക് പറ്റിയൊരു മണ്ടത്തരമാണ്. ചിലപ്പോൾ ചക്ക എത്ര പറ്റുന്നത് വേറെ ഒരാൾക്ക് ചെയ്യരുത് അല്ലേ അമ്മ? അല്ല, എയർപോർട്ടിൻ്റെ അകത്ത് കാശ് കൂടുതലാണെന്ന് പറഞ്ഞ് ഫുഡ് കഴിക്കാതിരിക്കട്ടെ. പുറത്ത് പോയി എല്ലാം കുഞ്ഞിലേക്ക് സെയിം തന്നെ ആവും. ഓടും എനിക്കിത് ആ സാധനം കണ്ട അതിനെങ്ങനെ പറയും? അങ്ങനെയല്ല, ഗോപാല മറ്റേ പരസ്യമായി. ഇവനറിയില്ല. ഓ ജെൻസി കിഡ്. വെൽക്കം ടു കാശ്മീർ അല്ല ശ്രീനഗർ അല്ല അണ്ണ? എല്ലാം പറ. അത് മാത്രം നിനക്ക് പറയാനുള്ള. കഴിഞ്ഞ ഞാൻ സുന്ദരനായല്ലോ അണ്ണ. മുടിയൊക്കെ കെട്ടി ചുക്കായില്ലേ? ഞങ്ങൾ ഫ്രെയിമിലാണ്. തൊപ്പി എടുക്കൂല പിന്നെ അങ്ങനെ തന്നെ തൊപ്പി എടുപ്പിക്കാം.